മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ഈ ചാപ്റ്റർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ മാത്രമേ അവിടെ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിന് മാത്രം മൂവ്മെൻറ്റ് സംഭവിക്കുന്നു, ഈ എക്സ് ആക്സിസ്. അതാണ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് ഒരു ഉറുമ്പ് മൂവിങ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ തന്നെ ഫ്രീ ഫോൾ ഓഫ് എ ബോഡി, അതായത് ഒരു ബോഡി നിലത്തേക്ക് വീഴുകയാണെങ്കിൽ അത് നേരെ താഴേക്ക് വീഴുക. ഒരു ആക്സിസിന് മാത്രമേ അവിടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അത് വളഞ്ഞും തിരിഞ്ഞൊന്നും പോവില്ല. അത് വൺ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളാണ്. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ മൂവ്മെൻറ്റ് രണ്ട് ആക്സിസിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബോഡിയുടെ പൊസിഷൻ ശരിക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഒരു ടു ഡയമെൻഷണൽ മോഷനാണ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് മൂവിങ് ഇൻ എ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേസിൽ നടക്കുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും തെറ്റിക്കാറുള്ളതാണ്. അത് ടു ഡയമെൻഷനാണ്. കാരണം സാറ്റലൈറ്റിന് എപ്പോഴും ഒരു ഓർബിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും മൂവ് ചെയ്യാൻ. അത് സർക്കിളായിരിക്കും. അതായത് അതൊരു പ്രതലത്തിൽ നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതായത് എക്സും വൈയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാം, എക്സ് വൈ. അതായത് സെഡ് ആക്സിസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് മൂവിങ് ഇൻ ആൻ ഓർബിറ്റ് എന്ന് പറയുന്നത് ടു ഡയമെൻഷനാണ്. അതുപോലെ റൈറ്റിംഗ് ഇൻ എ ബ്ലാക്ക് ബോർഡ്, ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് ഒരു പ്രതലത്തിലായതുകൊണ്ട് അത് ടു ഡയമെൻഷനാണ്. അതുപോലെ ത്രീ ഡയമെൻഷൻ എക്സാമ്പിൾ ഒരു പക്ഷി പറക്കുന്നത്, അതുപോലെ ഒരു നല്ല അലകളുള്ള ഒരു കടലിൽ ഷിപ്പ് മൂവ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് ത്രീ ഡയമെൻഷനാണ്. ഇനി ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാലോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്ത് എന്ന് വേണമെങ്കിലും പറയാം. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും യാത്ര ചെയ്ത് അമ്മാടത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയാണെന്ന് കരുതുക. നമുക്ക് കോടന്നൂർ വഴിയും കൂടി പോവാം, അല്ലെങ്കിൽ അമ്മാടം പള്ളി കൂടിയും പോകാം. ഈ രണ്ട് തരത്തിൽ പോയാലും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അമ്മാടത്ത് നിന്നും തൃശ്ശൂരിലേക്കുള്ള സ്ട്രെയിറ്റ് ദൂരമാണ്, അത് മാറുന്നില്ല. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന റൂട്ടിനനുസരിച്ച് മാറും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നതും വെലോസിറ്റി എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പോസിറ്റീവായിരിക്കും. കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവായി പറയില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് വീണ്ടും നമ്മൾ ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ മൈനസായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും മൈനസായി മാറും. അപ്പോൾ സ്പീഡ് എപ്പോഴും പോസിറ്റീവായിരിക്കും, വെലോസിറ്റി വേണമെങ്കിൽ നെഗറ്റീവ് ആയി മാറാം. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ബൈ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതൽ ആവുകയില്ല. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ പൊസിഷൻ കഴിഞ്ഞാൽ വെലോസിറ്റി കഴിഞ്ഞാൽ ആക്സലറേഷൻ. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിലേ ആക്സലറേഷൻ ഉള്ളൂ, പൊസിഷന് ചേഞ്ച് ഉണ്ടെങ്കിലേ വെലോസിറ്റി ഉള്ളൂ. ഇത് മൂന്നും എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ. ഇത് മൂന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കണം. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ചില പ്രൂഫുകളാണ്. ഷോ ദാറ്റ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുക. ഇവിടെ എക്സ്, ഇവിടെ ഈ ആക്സിസിൽ ടൈം ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. T1 എന്ന് പറയുന്ന സമയത്തെ പൊസിഷനാണ് x1, T2 എന്ന് പറയുന്ന സമയത്തെ പൊസിഷനാണ് x2.
അപ്പോൾ ആ പൊസിഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാതെയും തീറ്റ പ്ലോട്ട് ചെയ്യാതെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാണാം. അങ്ങനെയാണ് ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാതെയുള്ള നോട്ടാണ് നമ്മളുടെ വിക്ടേഴ്സ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. വരച്ചാലും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ടാൻ തീറ്റ എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് സ്ലോപ്പ് അഥവാ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു AB/BC ആണ്. AB/BC എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ എന്താണ്? x2 - x1. അതാണ് ഇവിടെ x2 - x1 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി BC എന്താണ്? ഇതാണ് BC. BC എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? T2 - T1. അതാണ് T2 - T1. അതിന് നമ്മൾ ΔX/ΔT എന്നെഴുതി. ΔX/ΔT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം, അതായത് ആവറേജ് വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഗ്രാഫും ഇത്രയും കാര്യങ്ങളും എഴുതിയാൽ മതി. ഇതേപോലെ തന്നെയാണ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ സ്ലോപ്പിൽ വെലോസിറ്റി ടൈമും നമ്മൾ ആക്സിസിൽ പ്ലോട്ട് ചെയ്യണം. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫ്. ഇവിടെ ആക്സിസിൽ x2 x1 എന്ന് പ്ലോട്ട് ചെയ്തതിന് പകരം v2 v1 ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ടൈമിന് വ്യത്യാസമൊന്നുമില്ല, T1 T2 തന്നെ. ഈ ട്രയാങ്കിളിന് ABC എന്ന് കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൊടുക്കാതെയും നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ സ്ലോപ്പ് അഥവാ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് AB/BC ആണ്. AB/BC. AB എന്നുള്ളതിന് പകരം നമ്മളിതാ V2 - V1 എന്നെഴുതി, അതായത് V2 - V1. BC എന്നുള്ളതിന് പകരം നമ്മൾ T2 - T1 എന്നെഴുതി, അതാണ് T2 - T1. അതിനെ ഷോർട്ടാക്കിയിട്ട് ΔV/ΔT, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമ്മൾ പറഞ്ഞു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സലറേഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഒത്തു നോക്കിയാൽ നമുക്ക് പറയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ വെലോസിറ്റി തരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ ആക്സലറേഷൻ തരുന്നു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മൂന്നും, അതായത് പൊസിഷൻ വെലോസിറ്റി ആക്സലറേഷൻ, ഇത് മൂന്നുമാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സലറേഷൻ. ഇനി വേറൊരു പ്രൂഫ് ഉള്ളത്, ഷോ ദാറ്റ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VT എന്ന് നമ്മൾ വരയ്ക്കുന്നു. അതിൽ T എന്ന സമയത്തെ വെലോസിറ്റി V ആണ്. അതിന് നമ്മൾ ഡോട്ടഡ് ലൈൻ വഴി റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗം, അതായത് ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു V × T. കാരണം എന്താണ്? ഒരു റെക്റ്റാങ്കിൾ പീസാണെങ്കിൽ അതിൻ്റെ ഏരിയ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും, അതായത് V × T. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താ കാരണം? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് പലപ്പോഴും ആവശ്യം വരും. സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ആവശ്യമുള്ള പ്രൂഫുകളാണ്. ഇനി നമ്മൾ പലതരം ഗ്രാഫുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി, എ ബോഡി അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ബോഡി, ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ഈ കോളത്തിൽ അത് ഓരോ സെക്കൻഡിലും അതിൻ്റെ പൊസിഷൻസ് കാണിക്കുകയാണ്. അതായത് ആദ്യത്തെ സെക്കൻഡ് 1 2 3 4 എന്ന സെക്കൻഡ്സിൽ അതിൻ്റെ പൊസിഷൻ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, സ്റ്റേഷനറി ആണ് എന്നർത്ഥം. അപ്പോൾ നമ്മളത് പ്ലോട്ട് ചെയ്തു. ആദ്യത്തെ സെക്കൻഡിൽ 2, രണ്ടാമത്തെ സെക്കൻഡിൽ 2, മൂന്നാമത്തെ സെക്കൻഡിൽ 2 തന്നെ, നാലാമത്തേലും 2 തന്നെ. ഇതെല്ലാം ബന്ധിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ടൈം ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ കിട്ടും. ഇതാണ് അതിൻ്റെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. പൊസിഷൻ, വെലോസിറ്റി,
ആക്സലറേഷൻ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ പൊസിഷൻ കഴിഞ്ഞാൽ അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെ ഇരിക്കുന്നൊരു ബോഡിക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടാകുമോ? ഇല്ല. കാരണം ഇതിന് വെലോസിറ്റി തന്നെ ഇല്ല. കാരണം പൊസിഷൻ സെയിം ആണ്. പൊസിഷന് ചേഞ്ച് ഉണ്ടെങ്കിലേ വെലോസിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ പറയാം, പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഏതൊരു ഗ്രാഫിലും ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വന്നാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരയ്ക്കാൻ പറ്റില്ല. ഇനി അടുത്ത കേസ്, എ ബോഡി ഇൻ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്നുള്ളതാണ്. ഈ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പോസിറ്റീവ് വെലോസിറ്റിയാണ് ഞാൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. അതായത് ടൈം 1 2 3 4 തന്നെ അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. കാരണം അത് യൂണിഫോം മോഷനിലായതുകൊണ്ട് യൂണിഫോം ആയിട്ടാണ് പൊസിഷൻ മാറുന്നത്. അതായത് 2 4 6 8 അങ്ങനെ. അപ്പോൾ വെലോസിറ്റി കാണുമ്പോൾ ഈ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം വെച്ചിട്ടാണ് വെലോസിറ്റി കാണുന്നത്. എങ്ങനെയാണ് ചേഞ്ച് ഇൻ പൊസിഷൻ കാണുന്നത്? 4 - 2 ബൈ ഇവിടുത്തെ ടൈം ഡ്യൂറേഷൻ. ഇവിടുത്തെ ടൈം ഡ്യൂറേഷൻ എപ്പോഴും എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 4 - 2 എത്രയാ? 2 ബൈ 1, അതായത് 2 തന്നെ. 6 - 4 എത്രയാണ്? 2 ബൈ ഇവിടുത്തെ ഡ്യൂറേഷൻ 1, അപ്പോൾ 2 തന്നെ. 8 - 6 അപ്പോഴും ബൈ 1, അപ്പോഴും 2 തന്നെയാണ് വെലോസിറ്റി. ഇവിടെ പൊസിഷൻ 2 4 6 8 ഇങ്ങനെ മാറുന്നുണ്ടെങ്കിലും, അതായത് അത് യൂണിഫോം വെലോസിറ്റിയിലാണ്. വെലോസിറ്റി എങ്ങനെയാണ്? 2 2 2 യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഈ യൂണിഫോം എന്നുള്ള വാക്കിന് പകരം കോൺസ്റ്റൻ്റ് എന്നും ഉപയോഗിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പൊസിഷൻസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ ടൈമിൽ 2-ലാണ് പൊസിഷൻ, 2-ൽ മാർക്ക് ചെയ്തു. രണ്ടാമത്തേൽ 4-ൽ, മൂന്നാമത്തേൽ 6-ൽ, നാലാമത്തേൽ 8-ൽ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ പൊസിഷന് ഇവിടെ മാറ്റമുണ്ട് എന്നാണ് അർത്ഥം. ഇതുപോലെ പാരലൽ ലൈൻ അല്ല. അപ്പോൾ ഇങ്ങനെ മാറ്റമുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി പൊസിഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ പേരാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെലോസിറ്റി എത്രയാണെന്ന് നോക്കുക. എല്ലാ സമയത്തും 2 തന്നെയാണ്. ടൈം 1 2 3 4 എന്ന് കൊടുക്കുന്നു. വെലോസിറ്റി 2-ൽ ഓരോന്നും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു പാരലൽ ലൈൻ ലഭിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി യൂണിഫോം മോഷൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് യൂണിഫോം വെലോസിറ്റിയിലുള്ളൊരു ബോഡിക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതൊരു പാരലൽ ലൈനായി. ഇനി അടുത്തത് എന്തായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? അത് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആയിരിക്കും. ഇതിൻ്റെ വെലോസിറ്റി തന്നെ 2 തന്നെയായി ഫിക്സഡായി. ഇനി അതിന് ആക്സലറേഷൻ ഉണ്ടാകുമോ? ഇല്ല. ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണം. ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനൊരു പാരലൽ ലൈൻ വന്നു കഴിഞ്ഞാൽ, വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് ഇപ്പോൾ ഇവിടെ പാരലൽ ലൈൻ വന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായ ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എ ബോഡി ഇൻ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയാണ്. നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപ് കണ്ട കേസിനെ തന്നെ നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിലാക്കുകയാണ്. അതായത് ടൈം 1 2 3 4 തന്നെ, പക്ഷേ ഈ ബോഡി ആദ്യത്തെ സെക്കൻഡിൽ ഏറ്റവും അകലെയായിരുന്നു, 8-ലായിരുന്നു. അത് കഴിഞ്ഞത് അടുത്തേക്ക് വന്ന് 2 മീറ്റർ അടുത്ത് വരെ എത്തി. നേരത്തെ ഇത് നേരെ റിവേഴ്സ് ഓർഡറിലായിരുന്നു. ഇവിടെ 2 4 6 8 അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ വെലോസിറ്റി വരുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി കാണുക? ചേഞ്ച് ഇൻ പൊസിഷൻ 6 - 8 എന്ന് വരും. നേരത്തെ 8 - 6 വന്ന സ്ഥലത്ത് ഇവിടെ 6 - 8 ബൈ 1 തന്നെ. ടൈം ഡ്യൂറേഷൻ എപ്പോഴും 1 തന്നെ. അപ്പോൾ 6 - 8 ആയതുകൊണ്ട് -2 ആണ് വെലോസിറ്റി വരുന്നത്. അടുത്തതിൽ 4 - 6 വരും, അപ്പോഴും -2. അപ്പോൾ എപ്പോഴും വെലോസിറ്റിയിൽ ഒരു മൈനസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ 1-ൽ 8,
രണ്ടാമത്തെ സെക്കൻഡിൽ 6, മൂന്നാമത്തെ സെക്കൻഡിൽ 4, നാലാമത്തെ സെക്കൻഡിൽ 2. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുക. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ വരച്ചത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. മൈനസിലാണ് നിൽക്കുന്നത്, പക്ഷേ 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ അടിയിൽ വേണം മൈനസ് രേഖപ്പെടുത്തിയിട്ട് ആ -2ൽ വേണം നമ്മൾ പാരലൽ ലൈനായിട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടി. അത് നെഗറ്റീവിലാണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പാരലൽ ലൈൻ കിട്ടി. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരയ്ക്കാൻ പറ്റില്ല, കാരണം ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട്. അടുത്ത കേസ് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷനാണ്. നേരത്തെ യൂണിഫോം വെലോസിറ്റി ആയിരുന്നു. യൂണിഫോം വെലോസിറ്റിയുടെ തന്നെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കണ്ടു. അടുത്തത് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. അതെങ്ങനെയാണെന്ന് നോക്കുക. ടൈം 1 2 3 4 അങ്ങനെയാണ് പോകുന്നത്. എക്സ് പൊസിഷനോ 2 4 6 8 പകരം 2 6 12 20 അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി എങ്ങനെ കാണും? ഇവിടുത്തെ ചേഞ്ച് ബൈ ടൈം. ഇവിടെ എത്രയാണ് ചേഞ്ച്? 4. അപ്പോൾ 4/1 എന്ന് വരുമ്പോൾ 4 തന്നെ. ഇവിടുത്തെ ചേഞ്ച് 6 ഉണ്ട്. 6/1 6. ഇവിടുത്തെ ചേഞ്ച് 8 ഉണ്ട്. 20 - 12 എന്ന് പറയുമ്പോൾ 8/1 8. അങ്ങനെ വെലോസിറ്റി 4 6 8 അങ്ങനെ കിട്ടി. ഇവിടെ 2 എന്നും വേണമെങ്കിൽ എഴുതാം, ഇതിന് മുന്നത്തെ ടൈം നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണ് വെലോസിറ്റി കിട്ടിയത്. ഇനി ആക്സിലറേഷനിലേക്ക് പോകുമ്പോഴോ ഇതേ മൈനസ് ഇത്, അതായത് 6 - 4 2. 2 ടൈം ഇൻ്റർവെൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യണേ 1. അപ്പോൾ 2. 8 - 6 2. 2 ഇവിടുത്തെ ഡ്യൂറേഷൻ 1 2 തന്നെ. അപ്പോൾ ആക്സിലറേഷൻ എപ്പോഴും 2 തന്നെയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ പൊസിഷന് ചേഞ്ച് ഉണ്ട്, വെലോസിറ്റിക്കും ചേഞ്ച് ഉണ്ട്, ആക്സിലറേഷനുണ്ട്. പക്ഷേ ആക്സിലറേഷൻ ആയപ്പോൾ യൂണിഫോമായി. അപ്പോൾ ഇതാണ് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഇങ്ങനെ നമ്മളെ ടൈമും ഇവിടെ പൊസിഷനും വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. കാരണം 2 4 6 8 എന്നല്ല, 2 6 12 20. 2 ആദ്യത്തേൽ 2, പിന്നെ 6, മൂന്നാമത്തേൽ 12, നാലാമത്തേൽ 20. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടുക. ഒരു കർവ്ഡായിട്ടാണ് കിട്ടുക. അതുപോലെ അടുത്ത ഇത് വരച്ചു വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 4 6 8 അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പുണ്ട്, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിലേക്ക് നീങ്ങി. അത് പക്ഷേ എല്ലായിടത്തും 2 അതുകൊണ്ട് പാരലൽ ലൈൻ വന്നു. അപ്പോൾ പാരലൽ ലൈൻ വരണ വരെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ 3 തരത്തിലാണ് കണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷന് ചേഞ്ച് ഉണ്ടെങ്കിൽ അടുത്തതും കൂടെ വരയ്ക്കാം വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അടുത്തതും വരയ്ക്കാം ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ സ്റ്റേഷനറി ബോഡിക്ക് ഒരെണ്ണേ വരയ്ക്കാൻ പറ്റുന്നുള്ളൂ, പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രം. യൂണിഫോം മോഷനിലുള്ളതിന് പൊസിഷനും വെലോസിറ്റിയും വരയ്ക്കാം. യൂണിഫോം മോഷൻ തന്നെ പോസിറ്റീവ് ആയതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. യൂണിഫോം വെലോസിറ്റി തന്നെ നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ഇനി യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞു വരും. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനായി. അതുപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കാൻ പറ്റും, അത് പാരലൽ ലൈനായി. ഇനി എപ്പോഴും ചോദിക്കാറുള്ള ചില തരം ക്വസ്റ്റ്യൻസിൻ്റെ ഗ്രാഫാണ് ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ നെഗറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുക. നെഗറ്റീവ് ആക്സിലറേഷൻ ഗ്രാഫ് ഈ മോഡലിലാണ് ഇരിക്കുക. ഇനി ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ XT എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. VT എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. AT എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട്. മുകളിലേക്ക് എറിഞ്ഞു, താഴെ ഗ്രൗണ്ടിൽ തന്നെ എത്തി. അതിൻ്റെ ആ മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, ടൈം അനുസരിച്ചാണ് മൂവ് ചെയ്യണേ. മുകളിലേക്ക് പോയി, അപ്പോൾ ടൈം ഇങ്ങനെ നീങ്ങുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെയാവും അതിൻ്റെ ബോഡി വരിക. അതായത് നെഗറ്റീവ് ആക്സിലറേഷനാണ്. ഇവിടെ എത്തണ വരെ നെഗറ്റീവ് ആക്സിലറേഷനാണ്. കാരണം മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ എപ്പോഴും നെഗറ്റീവായിട്ട് എടുക്കണം, കാരണം ഭൂമിയുടെ അട്രാക്ഷനെ എതിർക്കുന്നത് കൊണ്ട്. ഇനി അത് തിരിച്ചു വരുമ്പോൾ ആ ബോഡിയുടെ ആക്സിലറേഷൻ അത്
വീണ്ടും ആക്സലറേഷൻ പ്ലസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് താഴത്തോട്ടാണ് വരുന്നത് ടൈം അനുസരിച്ച്. അപ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ ആക്സലറേഷൻ നമ്മൾക്ക് കൂടി തന്നെ ഇരിക്കും. ആക്സലറേഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും താഴേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ xt ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് ടൈം അനുസരിച്ച് പൊസിഷൻ നീങ്ങുന്നത് ഇങ്ങനെയാണ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോഴോ നമ്മൾ പറഞ്ഞു ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ തുടക്കത്തിലത്തെ ടൈമിൽ ഏറ്റവും കൂടിയ വെലോസിറ്റി ആയിരിക്കും. അത് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് പൊസിഷനാണ്. ഇത് എന്ന് പറയുന്നത് ടോപ്പ് പൊസിഷനാണ്. അത് കഴിഞ്ഞത് തിരിച്ചു വരുന്ന വെലോസിറ്റിയാണ് വീണ്ടും കുറഞ്ഞു തന്നെ വരുന്നു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഏത് ബോഡിയുടെ മുകളിലേക്ക് പോയി താഴേക്ക് തിരിച്ചു വരുന്ന ഒരു കല്ലിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിൻ്റെ ആക്സലറേഷൻ നമ്മൾ മൈനസിലാണ് കാണിക്കുക. ആക്സലറേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് മൈനസിൽ ഒരു ലൈനായിട്ട് കാണിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരുന്നു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ Δx/Δt എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയാണ്. അതിൻ്റെ ടൈം ഇൻ്റർവൽ 0യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കാം. അതാണ് dx/dt.